ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള പരിപാടി ഒന്നുമില്ല. കപ്പ പറിച്ച് കപ്പയും പിന്നെ കുളത്തിൽ നിന്ന് മീൻ പിടിച്ച് മീൻ കറിയും ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് കപ്പ പറിക്കാനും മീൻ പിടിക്കാനൊന്നും അല്ല, താമരക്കുളം കാണാൻ വേണ്ടിയിട്ടാണ്. താമരക്കുളം ഉണ്ട് അടുത്തെന്ന് പറഞ്ഞ് എന്നെ താമരക്കുളം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണിത്. ഞാനാണെങ്കിൽ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇവർ പുറകെ പോകുന്നത് കേട്ടോ, താമരക്കുളം കാണാനായിട്ട്. എൻ്റെ മനസ്സിൽ താമരക്കുളം എന്ന് പറയുമ്പോൾ നിറയെ താമരപ്പൂക്കളെല്ലാം നിറഞ്ഞ് നല്ല ഭംഗിയായി നിൽക്കുന്നൊരു കുളമായിരുന്നു. പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് മനസ്സിലായത് മഴയെല്ലാം പെയ്ത് വഴിയെല്ലാം ആകെ ചളിയും ചേറും എല്ലാം ആയിട്ട് കിടക്കുമായിരുന്നു. എന്നാലും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ താമരക്കുളം കാണാനായിട്ട്. അതുകൊണ്ട് വഴിയിലുള്ള ചളിയോ ഒന്നും കാര്യമാക്കാതെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും ചേറിൻ്റെ അളവ് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പുറകോട്ട് തിരിച്ചു വരാനും പറ്റില്ല, മുന്നോട്ട് പോകാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയായിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് കഷ്ടപ്പെടാതെ എങ്ങനെയാ കാര്യം നടക്കണ്ടേ. അങ്ങനെ ദേ ഇവിടെ എത്തിയപ്പോൾ എങ്ങനെ അങ്ങോട്ട് കടക്കും എന്നറിയാതെ നിന്നുപോയി. കാരണം അത്രയും ചേറായിരുന്നു. എന്നെ വഴി കാണിക്കാൻ കൊണ്ടുവന്നവർക്ക് പോലും വേണ്ടായിരുന്നു എന്നൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ദേ ഞാൻ അവരുടെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഇനി അങ്ങോട്ട് പാടമാണ് കേട്ടോ. പക്ഷേ പാടം കടക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്, കാരണം അത്രയും ചേറായിരുന്നു. അപ്പം ഞാൻ പാടത്തിൻ്റെ സൈഡിലൂടെ കണ്ട ഒരു എളുപ്പ വഴിയിലൂടെ പോകാൻ വേണ്ടി നോക്കുകയാണേ. പക്ഷേ ഞാനത് അറിഞ്ഞില്ല, അവിടെയും ചേറായിരുന്നു. അങ്ങനെ ദേ കാലിലായ ചേറൊക്കെ അവിടെ ഒരു ഉറവ ഒഴുകുന്നുണ്ടായിരുന്നു, അവിടെ കഴുകി കളഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഇത് ഇവരുടെ ഒരു ചെറിയ ഫാമാണ് കേട്ടോ. അവിടെ കുറേ പശുക്കളും കാളകളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കണ്ടല്ലേ വഴി ഫുൾ ചേറ് തന്നെ. അവിടെ എത്തുന്നത് വരെയും ഫുൾ ചേറുള്ള വഴി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ കുളം എത്തിയതാണ് പറഞ്ഞത്. അവിടെ എത്തിയപ്പോഴായിരുന്നു അവസ്ഥ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്നത് 2 താമരപ്പൂവായിരുന്നു. ഒരുപാട് താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കുളം കാണാൻ വേണ്ടി വന്ന എന്നെ ഒരുപാട് നിരാശപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും ഒരു വലിയ തെങ്ങ് ദേ കുളത്തിന് നടുവിലേക്ക് മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. നിറയെ താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു, മഴ കാരണം പോയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം, അല്ലാതെ എന്താ ചെയ്യുക. അങ്ങനെ അവിടെ ആകപ്പാടെ ഉണ്ടായിരുന്ന 2 താമരപ്പൂക്കളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സമാധാനത്തിന്, എന്തായാലും നമ്മൾ പോയതല്ലേ, വെറും കൈയോടെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദേ ഒരു ചെറിയൊരു മുട്ടുകൾ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിരിയാനുള്ള മുട്ടുകൾ നിറയെ ഉണ്ടായിരുന്നു, പക്ഷെ വിരിഞ്ഞ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ദേ കാണുന്ന ആ ഒരു പൂവും പിന്നെ ഒരു മുട്ടും എല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പൂക്കളുടെ ഭംഗി കാണുമ്പോൾ പറിച്ച് കയ്യിലെടുക്കുകയും ചെയ്യും. പിന്നീട് അതിൻ്റെ ഭംഗി നശിപ്പിച്ചല്ലോ എന്നോർത്ത് ഒരു കുറ്റബോധം വരികയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത സൈക്കോ ആണ് ഞാൻ കേട്ടോ. എനിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ള പ്രശ്നമാണത്. എന്നാൽ പറിക്കാതിരിക്കുമോ, അതുമില്ല. ഭംഗി കാണുമ്പോൾ എനിക്ക് വേണമെന്ന് തോന്നും, പക്ഷെ കയ്യിലെത്തിക്കഴിയുമ്പോൾ അയ്യോ ഞാൻ നശിപ്പിച്ചല്ലോ, അങ്ങനെ ഗിൽട്ടി ഫീലിംഗ് ആണ്. എന്താണെന്നറിയില്ല. ഇപ്രാവശ്യം എനിക്ക് അതേ ഗിൽട്ടി ഫീലിംഗ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ദേ നമ്മുടെ കുഞ്ഞുമണി പൂക്കളെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നടാനായിട്ട് താമരയുടെ ട്യൂബർ വേണമെന്ന് പറഞ്ഞിട്ട് അത് പറിച്ചെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താമരപ്പൂവും താമരയുടെ ട്യൂബറും എല്ലാം കൂടെ പറിച്ചിട്ടാണ് അവിടെ തിരിച്ചു പോകുന്നത്. ഇനി ഇവിടുന്ന് പോകുന്ന വഴിക്ക് കപ്പ പറിക്കുകയും വേണം, പിന്നെ മീൻ പിടിക്കുകയും വേണം. എന്നിട്ട് അവിടെ പോയി അത് കുക്ക് ചെയ്യണം. പണികൾ കുറേ ബാക്കിയുണ്ട്. അപ്പം നമ്മളത് തിരികെ പോകാൻ കേട്ടോ. തിരികെ പോകുന്നത് വേറെ വഴിയിലൂടെ ആയിരുന്നേ. ആ വഴി അത്രയ്ക്ക് ചെളി ഇല്ലാത്തതായിരുന്നു. ഇങ്ങനൊരു വഴി ഇവിടെ ഉള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ വരുമ്പോൾ ഈ വഴിക്ക് വരായിരുന്നു. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പോകുന്നത് പാടത്തേക്കാണ് കേട്ടോ. പാടത്ത് തന്നെയാണ് മീൻകുളം ഉള്ളതും പിന്നെ കപ്പയും അതിന് സൈഡിലായി തന്നെയാണ് ഉള്ളത്. അവിടെ തീരും മയിലെല്ലാം നടന്നു പോകുന്ന കണ്ടോ. നമ്മൾ നാട്ടിൻപുറത്ത് പിന്നെ മയിലിനെ കാണാനൊന്നും വലിയ ക്ഷാമമില്ല, ദിവസവും കാണുന്നൊരു കാഴ്ചയാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നത് ഈ കുളത്തിലെത്തിയിട്ടുണ്ട്. കുളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ആദ്യം മീനെ തീറ്റിയിട്ട് കൊടുത്തിട്ട് മീനുകൾ പൊങ്ങി വരുമ്പോൾ ചൂണ്ടയിടാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും കുളത്തിൻ്റെ സൈഡിലായിട്ട് ചേരക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവരതിനെ അവിടെ നിന്ന് ഓടിച്ചുവിടാനുള്ള പരിപാടിയിലാണേ. ദേ പോകുന്നുണ്ട് കുളത്തിന് നടുവിലൂടെ. ചെറിയ ചേരക്കുട്ടിയായിരുന്നു കേട്ടോ. ചേര കർഷകൻ്റെ മിത്രം എന്നൊക്കെയാണല്ലോ പറയാം. ആളെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മീൻ പിടിക്കാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് നേരം ഒന്നും മീൻ കൊത്തുന്നുണ്ടായിരുന്നില്ല, കാരണം മീനുള്ള തീറ്റ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ചൂണ്ടിൽ വന്ന് മീൻ കൊത്തണ്ടേ. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഒരു മീൻ ചൂണ്ടയിൽ കുരുങ്ങിയത്. എനിക്കിതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചൂണ്ടയിടാൻ മീൻ പിടിക്കാനൊക്കെ പോകുന്നത്. ഇതെല്ലാം ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു.
നമ്മൾ ഫോണിലും ടി വിയിലെല്ലാം കാണുന്നതല്ലാതെ ഞാൻ ഒരിക്കൽ പോലും മീൻ പിടിക്കാൻ കൂടെ പോവുകയോ അതൊന്നും കാണുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ദേ മീനിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ മീനിൻ്റെ പേര് സിൽവർ ആവോലി എന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ഈ മീനുകളെ പറ്റിയോ അതിൻ്റെ പേരോ അങ്ങനെയൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് നോളജ് കുറവാണ്. അപ്പോൾ ദേ ആള് മീനിനെ എനിക്ക് പിടിച്ച് കാണിച്ചു തരാൻ കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചു തരുന്നതാണ്. പക്ഷെ അപ്പോഴേക്കും മീനിന് ജീവൻ ഉണ്ടായിരുന്നതുകൊണ്ട് മീൻ പിടഞ്ഞപ്പോൾ അവിടെ ഇട്ടിട്ട് ഓടി വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ചാടിപ്പോയ മീനിനെടുത്തിട്ട് ഈ ബക്കറ്റിലോട്ട് ഇടുകയാണ്. എനിക്ക് വീഡിയോ എടുക്കാനായിട്ടോ കാണിച്ചു തരുന്നത്. അങ്ങനെ കാണിച്ചു തന്ന് എന്നെ ബക്കറ്റിലോട്ട് ഇട്ടു. അപ്പോൾ ഒരു മീനെ കിട്ടിയിട്ടുള്ളൂ, ഇനിയും മീനിനെ പിടിക്കണം. അപ്പോൾ എല്ലാവരും അവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും വീണ്ടും മീനുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊരു 3-4 മീനിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് പാവം തോന്നുന്നുണ്ടായിരുന്നു. കാരണം നമ്മളൊരു ജീവനെ പിടിച്ച് കൊന്ന് തിന്നാൻ പോവുകയാണല്ലോ, എന്ത് ക്രൂരയാണ് ഞാനെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആലോചിച്ചാലും എനിക്കതൊക്കെ കുറച്ച് ഇഷ്ടമുള്ള സംഭവമായതുകൊണ്ട് കഴിക്കാൻ നേരത്തെ ആ റിഗ്രറ്റ് എവിടേക്കോ മാഞ്ഞു പോകും. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അതേ കുഞ്ഞുമണിക്ക് മീനിനെ കാണിച്ചെടുക്കുകയാണ് കേട്ടോ. ആൾക്ക് വലിയ പേടിയൊന്നുമില്ല. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് മീനിനെയും എല്ലാത്തിനും ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആളതിനെ കണ്ടിങ്ങനെ അടുത്ത് പോയി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മീനിനെയൊക്കെ എടുത്തിട്ട് പോകുന്നത് കപ്പ പറിക്കാനാണ്. ഇതാണ് കപ്പത്തോട്ടം. കപ്പത്തോട്ടമല്ല, നമ്മൾ കപ്പ നട്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്നാണ് ഇനി കപ്പ പറിക്കലിൻ്റെ ആദ്യഘട്ടമായിട്ട് കപ്പയുടെ തലയെല്ലാം ഒന്ന് വെട്ടിക്കൊടുത്തു കേട്ടോ. പറിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് തലയെല്ലാം ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് അത് പറിക്കാൻ നോക്കിയെങ്കിലും അത് പറഞ്ഞു പോരുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പിടിച്ച് നോക്കിയിട്ടും കപ്പ പറഞ്ഞു പോരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കപ്പയുടെ റൂട്ട് നല്ലോണം താഴോട്ട് ഇറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അത് പറിച്ചിട്ട് പോരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവരതിന് സൈഡിലുള്ള മണ്ണെല്ലാം ഇളക്കി കൊടുത്തിട്ട് വീണ്ടും പറിച്ച് നോക്കാം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അങ്ങനെ 1 ആളായി, 2 ആളായി, 3 ആളായി, 4 ആളായി, ഇല്ലില്ല 3 ആൾ മാത്രം. അങ്ങനെ അവർ മണ്ണെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ അതൊന്ന് ഇളകുന്നുണ്ടായിരുന്നു. എന്നിട്ട് 3 പേരും കൂടെ ചേർന്ന് അത് വലിച്ചെടുത്തപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് പറഞ്ഞു വന്നു കേട്ടോ. സംഭവം എന്താ, കപ്പയുടെ കിഴങ്ങ് അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരുന്നു, നല്ലോണം മണ്ണിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണത് പറിച്ചപ്പോൾ വരാതിരുന്നത്. അങ്ങനെ കപ്പയെല്ലാം പറിച്ചെടുത്ത് ഇനി ഇത് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ കപ്പ പറിച്ച് ഇനി വീട്ടിൽ കൊണ്ടുപോയി കുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കഴിക്കാൻ. ഇപ്പോൾ തന്നെ സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒട്ടും വൈകിച്ചില്ല. അവിടെ നിന്ന് വേഗം പറിച്ചെടുത്ത കപ്പയും മീനും എല്ലാം ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണേ. ഇനി ഇത് വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി പരിപാടിയെല്ലാം നോക്കണ്ടേ. അപ്പോൾ എല്ലാവരും വരിയായിട്ട് ഈ അസംബ്ലിക്ക് പണ്ട് സ്കൂളിൽ നമ്മൾ നിൽക്കില്ലേ, അതുപോലെ വരിയായിട്ടാണ് പോകുന്നത്. കാരണം വഴി ചെറിയ വഴിയാണ്, പാടത്തെ നടുവിലൂടെയുള്ള വീതി കുറഞ്ഞ വഴിയായതുകൊണ്ടാണ് കേട്ടോ ക്യൂ ആയിട്ട് പോകുന്നത്. ഇപ്പം തന്നെ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് കൊണ്ടുപോയി കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴേക്ക് എന്തായാലും സമയമാവും. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള മീനും കപ്പയും ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള പരിപാടി നോക്കാൻ പോവുകയാണേ. ഇപ്പോൾ ഇതേ കണ്ടു 1:45, 2 മണി ആവാറായിട്ടുണ്ട് സമയം. ഇപ്പോൾ രാവിലെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മീനാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മീൻ ഫ്രൈ ചെയ്ത് കറി ഉണ്ടായിരുന്നു, അതെല്ലാം ചേർത്ത് ചോറ് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ദേ അവിടുത്തെ അമ്മ മീൻ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മീൻ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി നിന്നിട്ട് വെറുതെ ഹെൽപ്പിനൊന്നല്ല, ജസ്റ്റ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട്, നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ. അങ്ങനെ മീനിനെല്ലാം വൃത്തിയാക്കുമ്പോൾ ഇതൊരു മീനിന് ജീവനുള്ള പോലെ തോന്നി. അപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ അതേ ഗിൽറ്റി ഫീലിംഗ് വീണ്ടും വന്നു. പക്ഷേ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറും ഫിഷ് ഫ്രൈയും പപ്പടവും എല്ലാം കൂടെ കൂട്ടി ഊണ് കഴിച്ചു. ഇനി നമ്മൾ മീൻകറി വെക്കാൻ പോകാൻ കേട്ടോ. മീനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മീൻകറി വെക്കേണ്ട ദൗത്യം എനിക്കാണ് തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മീൻകറി വെക്കാൻ പോവാണ്. അപ്പോൾ മൺചട്ടി എല്ലാം ഗ്യാസിന് മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മീൻ മുളകിട്ടത് വെക്കുമല്ലോ, ആ ഒരു രീതിക്കാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ മീൻ എങ്ങനെ കറി വെക്കേണ്ടതെന്ന് എനിക്ക് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന മീൻകറിയുടെ റെസിപ്പി ഒന്ന് സാധാരണ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ഒരു മീൻകറിയും, പിന്നെ തേങ്ങയൊന്നും അരയ്ക്കാതെ മീൻ മുളകിട്ടത് വെക്കുമല്ലോ, ആ റെസിപ്പി മാത്രമാണ്. അപ്പം ഞാനിന്ന് വിചാരിച്ചു മീൻ മുളകിട്ടത് വെക്കാമെന്നുള്ളത്. ചിലപ്പോൾ ഈ മീൻ കൊണ്ടൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പൊട്ടില്ല. എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഉലുവ ഇട്ടതുകൊണ്ട് ഉലുവ പൊട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഉലുവേനെ പൊട്ടിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സംഭവം എനിക്ക് പറ്റിയ അബദ്ധമാണെങ്കിലും നമുക്ക് കുറ്റം ഉലുവയ്ക്കിട്ട് കൊടുക്കാമല്ലോ. കുറേശ്ശെ ഉലുവയൊക്കെ പൊട്ടി തുടങ്ങി. ഇനി ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ.
എന്നാ അതെടുത്ത് വരായിരുന്നു. ഇത് ഇനി ഇങ്ങനെ കളി എന്നോടാണ് ചോദിക്കണേ. അതല്ലെങ്കിൽ നീ എത്ര നന്നായി ഉണ്ടാക്കിയാലും എനിക്ക് ട്രോളുണ്ട്. സവാള ആരും കണ്ടിട്ടില്ല ഗൈസ്. ഇവിടെ നമ്മുടെ മീൻ കറി ആവുന്ന സമയത്ത് തന്നെ അവിടെ അടുപ്പിൽ കപ്പ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിടത്ത് മീൻകറി ഒരിടത്ത് കപ്പ, അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. മീൻകറി ഏകദേശം വെന്ത് കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുക്കിംഗ് ടൈം എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് പോയിരുന്നു. ഇനി വലിയ പണിയൊന്നുമില്ല, എല്ലാവരും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചിരിക്കുക, ഫുഡ് കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ മീൻകറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് ഊരി വന്നിട്ട് പാകമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ വരുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ ജസ്റ്റ് മുകളിലേക്ക് വരാതാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് മലനിരകളും അതിൽ ചെറിയ ചെറിയ വാട്ടർഫോൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും വന്നു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോയി ഫുഡ് കഴിക്കാനിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം എന്താണ് അഭിപ്രായം എന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയ മീൻകറിയാണ്, നല്ലത് പറയുമോ മോശം അഭിപ്രായമായിരിക്കുമോ, ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന എൻ്റെ മുഖമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇനി എനിക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടി സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് തോന്നിയത് വലിയ കുഴപ്പമില്ല എന്നാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഫുഡിന് ഞാൻ കുറ്റം പറയില്ലല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എങ്ങനെ ഇനി വേണോ റെക്കമെൻഡേഷൻ വേണോ? ഞങ്ങൾ ഫുഡ് കഴിക്കിരുന്നപ്പോഴേക്കും തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡെല്ലാം ആയി കഴിച്ചപ്പോഴേക്കും ഒരു 4 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നടക്കാനിറങ്ങി. അപ്പോഴേക്ക് വെയിലൊക്കെ ഒന്ന് താണ്, ചൂടെല്ലാം ഒന്ന് കമ്മിയായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റായിരുന്നു, കാറ്റും ചെറിയൊരു ഇളം വെയിലും ഒക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് ദൂരം നടന്നു. പക്ഷികളെല്ലാം കൂട് തേടി വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ പണ്ടൊക്കെ നിറയെ കാണുന്നൊരു കാഴ്ചയായിരുന്നു, കുറേ കിളികൾ ഇങ്ങനെ വരിയായിട്ട് കൂടുതൽ പോകുന്നൊരു കാഴ്ച. ഇപ്പം അത് വളരെ കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പണ്ടത്തെ പോലെ കാണാറില്ല, എന്നാലും ഇടയ്ക്ക് കാണാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്ന് കുറച്ച് സമയം അങ്ങനെ ചിലവഴിച്ചു. പിന്നെ അവിടെ നിന്ന് തിരികെ വന്നപ്പോഴേക്കും ഒരു 6 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വിളക്ക് വെക്കേണ്ട സന്ധ്യാസമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു വിളക്കെല്ലാം വെച്ച് ചന്ദ്രനൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മാനത്ത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇരുട്ടാവുമല്ലോ. അങ്ങനെ ഇരുട്ട് പരന്നു തുടങ്ങി. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞെന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ആ നിർബന്ധം തിരസ്കരിച്ചില്ല. ഇത്രയും കാലം ഞാൻ ട്രൈ ചെയ്യാത്തൊരു കോമ്പിനേഷനായിരുന്നു പുട്ടും മീൻകറിയും. പക്ഷേ ഈ സംഭവം ഇത്രയ്ക്ക് ടേസ്റ്റി ആണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അന്നത്തോടെ ഞാൻ പുട്ടിൻ്റെയും മീൻകറിയുടെയും ഫാനായി മാറി. അങ്ങനെ ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഉച്ചയ്ക്ക് പറിച്ച കപ്പയിൽ കുറച്ച് കപ്പ എനിക്ക് തന്നു വിടാണ് കേട്ടോ. അങ്ങനെ കപ്പയെല്ലാം എടുത്ത് എനിക്ക് വണ്ടിയിലെല്ലാം കൊണ്ട് വെച്ച് തരുന്നുണ്ട്. എന്നോടുള്ള സ്നേഹം കണ്ടില്ലേ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തീർന്നിരിക്കുകയാണ്. ഒരു സൺഡേ ഒരുപാട് സ്നേഹത്തോടെ ഭംഗിയായിട്ട് ആ ഒരു ദിവസം അങ്ങനെ തീർന്നു. അപ്പോൾ ഇനി എന്താ, വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.